നമസ്കാരം. പ്രധാന വാർത്തകൾ. നിർത്തിയിട്ട JCBയിൽ വാനിടിച്ച് 5 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. കഥകൾ പറഞ്ഞ് യാത്രക്കാരിൽ നിന്നും പണം തട്ടുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ പിടിയിൽ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 5 വർഷം പൂർത്തിയാക്കുമെന്ന് രമേശ് ചെന്നിത്തല. 23 മുതൽ 26 വരെ കാസർഗോഡ് നടക്കുന്ന INL ജില്ലാ സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. സെക്യൂരിറ്റി മേഖല ഉൾപ്പെടെ ശമ്പളം ബാങ്ക് വഴിയാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം ആസ്ഥാനമാക്കി സെക്യൂരിറ്റി പരിശീലന കേന്ദ്രം ആരംഭിക്കാൻ സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടതായി മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. സെക്യൂരിറ്റി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഞാൻ കഴിഞ്ഞ ഒരു വർഷമായി ഈ മേഖലയിലെ ഈ നിയമനിഷേധത്തിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ശക്തമായ നിർദ്ദേശം തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തവരാണ്. പക്ഷേ ഫലം കണ്ടില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ പറഞ്ഞതൊക്കെ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഏറ്റവും ഒടുവിൽ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, ഇതിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണം. ഞാൻ അതിലേക്ക് വരാം. എന്താണ് നമ്മൾ നേരിടുന്ന പ്രശ്നം? നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പല സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തി, പരിശോധന നടത്തി. എറണാകുളത്ത് ഏതായി ഈ സ്ഥാപനമെന്ന് എനിക്കറിയില്ല. അതും എൻ്റെ പേര് കേട്ടിടത്തോളം ഫോർസ്റ്റൻ, അതും എനിക്കും പരാതി വന്നിട്ടുള്ളതാണ്. അവിടെയും ഇത് പറഞ്ഞു. ആ ഫോർസ്റ്റൻ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലാണ് ചെന്ന് പരിശോധിക്കുന്നതെങ്കിലും അവർ രേഖകൾ വെച്ചിട്ടുണ്ട്. അവർ കുറേ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്, രേഖകൾ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ESI കൊടുക്കുന്നുണ്ട്, PF കൊടുക്കുന്നുണ്ട്. രേഖ നോക്കി എല്ലാം പക്കയാണ്. പക്ഷെ ഈ രേഖയിലുള്ളവർ ഒരാൾ പോലും ആ ഓഫീസിലില്ല. അവർ ജോലി ചെയ്യുന്ന അവിടെ അല്ലല്ലോ. ഏത് സ്ഥാപനത്തിൽ പോയി പരിശോധിച്ചാലും എനിക്ക് എൻ്റെ ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടിയ വിവരമാണ് പറയുന്നത്. ഇത് ഒരാൾ രണ്ടായിട്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് കൈ കിട്ടുന്നതും ഇവരുണ്ടാക്കി വെച്ചേക്കുന്ന രേഖയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇത് പരിശോധിക്കാൻ ഈ സ്ഥാപനത്തിൽ പോയി നേരിട്ട് ഒരാളിനെ കണ്ടതും ഇപ്പം രാത്രി ആയതുകൊണ്ട് ഞാനുള്ള തുറന്നു പറയുകയാണ്, ഇത് കൂടുതലും രാത്രിയാണ് ഇവർ ജോലിയിൽ ഏർപ്പെടുന്നത്. രാത്രി സമയത്ത് ഏത് സർക്കാർ ഉദ്യോഗസ്ഥനാണ് കൃത്യമായിട്ട് പോയി ഇതിന്റെ പരിശോധന നടത്തുന്നത്? സർക്കാർ ഉദ്യോഗസ്ഥർ DLOമാരാണെങ്കിലും ലേബറിലെ ഉദ്യോഗസ്ഥരാണെങ്കിലും അവരൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിലേക്ക് അവരവരുടെ ഇത് കഴിഞ്ഞ് രാത്രി പോയി ചെയ്യുന്നവർ അപൂർവമായി കാണും. നമ്മൾ നിർബന്ധമായി പറഞ്ഞാൽ അവർക്ക് പോയി നോക്കും. പക്ഷെ ഒരു നിരന്തരമായി പോയി നോക്കാൻ പോലും പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ തടസ്സം. രണ്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എനിക്ക് ഇത്രയുമേ കിട്ടുന്നുള്ളൂ. ഇദ്ദേഹത്തിനെ കൈ പിടിച്ചുകൊണ്ട് മറ്റേടത്ത് പോയി ചെക്ക് ചെയ്യാനൊക്കത്തില്ലല്ലോ. ഈ രേഖകൾ വെച്ചേക്കുന്ന സ്ഥാപനം മറ്റൊരു സ്ഥലത്താണ്. ആ രേഖകളിൽ കുറെ പേർക്ക് ESI PF കൊടുക്കുന്നുണ്ടായിരുന്ന രേഖകൾ പ്രകാരം. പക്ഷെ ഒരാൾക്ക് പോലും ഇവിടെ കിട്ടുന്നു. ഇത് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം. സെക്യൂരിറ്റി മേഖലയിലേതുൾപ്പെടെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ വേതനം ഈ വർഷം മുതൽ ബാങ്ക് വഴിയാക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കേരള സെക്യൂരിറ്റി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളോടുള്ള നീതി നിഷേധം ഒഴിവാക്കാൻ ഇതുവഴി കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ജീവനക്കാരുടെ വേതനത്തിൽ നിന്നും PF തുടങ്ങിയ ആനുകൂല്യത്തിനായി പിടിക്കുന്ന തുകയുടെ വിശദവിവരങ്ങൾ എല്ലാ മാസവും 10-ന് മുൻപായി ജില്ലാ ലേബർ ഓഫീസർക്ക് ലഭ്യമാക്കുന്ന വിധത്തിൽ സോഫ്റ്റ്വെയർ സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. തൊഴിലാളി പ്രകടനത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനം AITUC ദേശീയ സെക്രട്ടറി ക്രിസ്റ്റഫർ ഫൻസേക ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജനറൽ സെക്രട്ടറി KB ഹനീഫ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രശേഖരൻ MLA, CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, സ്വാഗത സംഘം ജനറൽ കൺവീനർ KV കൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS കുര്യാക്കോസ്, AITUC ജില്ലാ പ്രസിഡന്റ് BV രാജൻ, BKMU ജില്ലാ പ്രസിഡന്റ് T കൃഷ്ണൻ, യൂണിയൻ ജില്ലാ സെക്രട്ടറി KV കുഞ്ഞമ്പു എന്നിവർ പ്രസംഗിച്ചു. പ്രതിനിധി സമ്മേളനം AITUC സംസ്ഥാന സെക്രട്ടറി J ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. K വിജയൻ പിള്ള അധ്യക്ഷത വഹിച്ചു. യൂണിയന്റെ ആദ്യകാല നേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് A ദാമോദരൻ പ്രസംഗിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 5 വർഷം പൂർത്തിയാക്കുമെന്നും
സർക്കാരിനെതിരെ ആവശ്യമില്ലാത്ത സമരങ്ങൾ സംഘടിപ്പിച്ച് ഭരണം നിശ്ചലമാക്കാമെന്നും ആരും കരുതണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരള യാത്രയ്ക്ക് പയ്യന്നൂരിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പുതിയ വികസന സംസ്കാരം ഉണ്ടാകണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയത്തിനപ്പുറം വികസന കാര്യങ്ങളിൽ യോജിക്കാൻ തയ്യാറാകണം. അതിന് മുൻകൈ എടുക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാണ്. കേരളത്തിന് പുതിയ വികസന സംസ്കാരം വേണം. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കാഴ്ചപ്പാടുകളുടെ പേരിൽ വിരുദ്ധാഭിപ്രായം പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ യോജിപ്പ് വേണം. നമ്മൾ ഇതുവരെ ഇക്കാര്യം മനസ്സിലാക്കിയിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. പതിറ്റാണ്ടുകളായി ഗൾഫ് മലയാളികളുടെ സമ്പാദ്യം കേരളത്തിലേക്ക് ഒഴുകി. ഇപ്പോൾ അത് നിലയ്ക്കുന്ന അവസ്ഥയാണ്. ഇതിനെ നേരിടാൻ ഇവിടെ പുതിയ ജോലി സാധ്യതകൾ വേണം. കേരളത്തിലാണെങ്കിൽ ഒരു തൊഴിലിനും ആളെ കിട്ടാത്ത സ്ഥിതിയുമാണ്. ഇതെല്ലാം മാറണം. ഇവിടെ പുതിയ വികസന കാഴ്ചപ്പാടാണ് ഉണ്ടാകേണ്ടതെന്നും ചെന്നിത്തല പറഞ്ഞു. സ്വീകരണ സമ്മേളനത്തിൽ എം നാരായണൻകുട്ടി അധ്യക്ഷനായി. എം ഹസൻ, മന്ത്രി ഷിബു ബേബി ജോൺ, കെ സുധാകരൻ MP, സുബ്രഹ്മണ്യൻ, ബെന്നി ബെഹനാൻ MLA തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് AP നാരായണൻ സ്വാഗതം പറഞ്ഞു. ഏതു പാർട്ടിയിലായാലും മന്ത്രിമാരായി ഗവൺമെന്റിൽ തുടരുന്നിടത്തോളം കാലം ഗവൺമെന്റിന്റെ പൊതുവായ നയത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശം നൽകണമെന്നാണ് തന്റെ അഭിപ്രായമെന്ന് കേന്ദ്ര പ്രവാസികാര്യമന്ത്രി വയലാർ രവി പറഞ്ഞു. നമുക്ക് ചില മന്ത്രിമാരുടെ സന്ദർശനങ്ങളും മന്ത്രിമാർ മറ്റുള്ളവരെ കാണുന്നതും ഒക്കെ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കുറച്ചുകൂടെ മുഖ്യമന്ത്രി തങ്ങളുടെ മന്ത്രിമാർക്ക് ഏത് പാർട്ടിക്കാരായാലും മന്ത്രിമാരായി ഗവൺമെൻറ് തുടരുന്നിടത്തോളം കാലം ഗവൺമെൻറ് പൊതുവായ നയത്തിനനുസരിച്ച് പ്രവർത്തിക്കണം എന്ന നിർദ്ദേശം കൊടുക്കേണ്ടത് ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ വേറെ നിങ്ങൾക്ക് പറയാനില്ല. റൈറ്റ്. റോഡരികിൽ നിർത്തിയിട്ട JCBയിൽ മാരുതി ഓമ്നി വാൻ ഇടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. ആരിക്കാടി കാർലയിലെ നാരായണ പൂജാരി, ഭാര്യ രത്നകല, മകൾ നിഷ്മിത, ഭാര്യാമാതാവ് സുഗന്ധി, വാൻ ഡ്രൈവർ മംഗൽപാടിയിലെ ഹരീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഹരീഷിനെ മംഗലാപുരം ആശുപത്രിയിലും മറ്റുള്ളവരെ കാസർകോട്ടെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30 പെർവാഡ് ദേശീയപാതയിലാണ് അപകടം. രത്നകല അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങവെയാണ് അപകടം. ഇടവേള. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം. കണ്ണൻസ് കാഞ്ഞങ്ങാട്. മഞ്ഞു പെയ്യും വസന്തം. മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ? മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട് വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467220467. വാർത്തകൾ തുടരുന്നു. ഈ മാസം 23 മുതൽ 26 വരെ കാസർഗോഡ് CH അഹമ്മദ് ഹാജി നഗറിൽ നടക്കുന്ന INL ജില്ലാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നാഷണൽ ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ SA പുതിയ വളപ്പിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വൈകുന്നേരം 3 മണിക്ക് ഹോട്ടൽ സിറ്റി ടവർ ഓഡിറ്റോറിയത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിക്കും. കുടുംബ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്യും. നാഷണൽ വിമൻസ് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് റൈഹാനത്ത് മുഖ്യ അതിഥിയായിരിക്കും. ആദർശ രാഷ്ട്രീയത്തിൻ്റെ 2 പതിറ്റാണ്ട് എന്ന പ്രമേയവുമായി നടത്തുന്ന ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കുടുംബ സംഗമം, പ്രവാസി സംഗമം, തൊഴിലാളി സംഗമം, വിദ്യാർത്ഥി സംഗമം, യുവജന സംഗമം, പ്രകടനം, പൊതുസമ്മേളനം എന്നിവ നടക്കും. 23 രാവിലെ 9 മണിക്ക് CH അഹമ്മദ് ഹാജി നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ PM മുഹമ്മദ് കുഞ്ഞി ഹാജി പതാക ഉയർത്തുന്നതോടെ 4 ദിവസത്തെ സമ്മേളനത്തിന് തുടക്കമാകും. 10 മണിക്ക് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സഹകരണ ബാങ്ക് ഹാളിൽ INL സംസ്ഥാന പ്രസിഡന്റ് SK പുതിയ വളപ്പിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ വൈസ് പ്രസിഡന്റ് MTP അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി KS ഫക്രുദ്ദീൻ, ജില്ലാ പ്രസിഡന്റ് PA മുഹമ്മദ് കുഞ്ഞി, ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം, MA ലത്തീഫ്, മൊയ്തീൻ കുഞ്ഞി കളനാട്,
കപ്പട മുഹമ്മദ് കുഞ്ഞി, മുസ്തഫ തോരവളപ്പ്, ഹനീഫ് കടപ്പുറം, ഇക്ബാൽ മാളിക എന്നിവർ സംബന്ധിച്ചു. കല മത്സരത്തിനു വേണ്ടി മാത്രമാകരുതെന്നും മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടുന്ന ചിത്രങ്ങൾ വിലയിരുത്തി കുട്ടികൾക്ക് ചിത്രകലയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ കുട്ടികളിലെ കലാകാരന്മാർ വളരുകയുള്ളൂവെന്നും പ്രശസ്ത ചിത്രകാരനും കേരള ലളിതകലാംഗവുമായ ആർട്ടിസ്റ്റ് ശശികല അഭിപ്രായപ്പെട്ടു. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞങ്ങാട് ആർട്ട് വിങ്ങും ഫ്രെയിം ആർട്ട് ഗ്യാലറിയും സംയുക്തമായാണ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല ചിത്രരചനാ മത്സരം നടത്തിയത്. ചടങ്ങിൽ ദിനേശൻ പൂച്ചക്കാട് അധ്യക്ഷത വഹിച്ചു. സമ്മാനാർഹരായ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം സുബൈദ നീലേശ്വരം നിർവഹിച്ചു. ചിത്രലേഖ അശോകൻ, ഗിരി നീലേശ്വരം എന്നിവർ സംസാരിച്ചു. EB കാഞ്ഞങ്ങാട് സ്വാഗതവും ഷെരീഫ് ഫ്രെയിം ആർട്ട് നന്ദിയും പറഞ്ഞു. കഥകൾ പറഞ്ഞ് യാത്രക്കാരിൽ നിന്നും പണം തട്ടുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ പിടിയിൽ. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ രീതിയിൽ പലരെയും കബളിപ്പിച്ച ഇരവിപുരം സ്വദേശി സലീമിനെയാണ് ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തത്. മക്കൾക്ക് മാരകമായ അസുഖമാണെന്നും ചികിത്സിക്കാൻ പണമില്ലെന്നും പറഞ്ഞ് കരഞ്ഞ് യാത്രക്കാരിൽ നിന്ന് പണവും സ്വർണവും തട്ടുന്ന ഓട്ടോറിക്ഷക്കാരനാണ് പിടിയിലായത്. യാത്രക്കാരെ ധർമ്മസങ്കടത്തിലാക്കി പണവും സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ദേബേഷ് കുമാർ ബെഹ്റയ്ക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത്. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ TF സേവ്യറിന്റെ കീഴിലുള്ള ഷാഡോ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. യാത്രക്കാർ ഓട്ടോറിക്ഷയിൽ കയറുന്നതിന് മുമ്പ് മൊബൈൽ ഫോണിൽ റിംഗ് ടോൺ സെറ്റ് ചെയ്തു വയ്ക്കും. യാത്രക്കാർ കയറിക്കഴിഞ്ഞാൽ ഫോണിൻ്റെ സ്വിച്ച് അമർത്തി കോൾ വരുന്നതായി കാണിച്ച് ഭാര്യയോട് സംസാരിക്കുന്നത് പോലെ അഭിനയിച്ച് സംസാരിക്കുകയും മക്കൾക്ക് സുഖമില്ലെന്നും ഓപ്പറേഷൻ അത്യാവശ്യമാണെന്നും ഞാൻ പണം സംഘടിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ലെന്നും കുടുംബത്തോടൊപ്പം ആത്മഹത്യ ചെയ്യുകയല്ലാതെ നിവർത്തിയില്ല എന്നൊക്കെ സംസാരിക്കും. യാത്രക്കാർ മക്കളുടെ അസുഖത്തെക്കുറിച്ച് തിരക്കുമ്പോൾ ഓട്ടോറിക്ഷ ഒതുക്കി നിർത്തി നടു റോഡിലിറങ്ങി വാവിട്ടു കരയും. ഇതുകണ്ട് മനസ്സലിയുന്ന യാത്രക്കാർ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങളും പണവും കൊടുക്കുകയാണ് പതിവ്. കൂടുതലും സ്ത്രീകളാണ് തട്ടിപ്പിന് ഇരയാകുന്നത്. യാത്രാ സൗകര്യം കുറഞ്ഞ സ്ഥലങ്ങളിൽ കറങ്ങി നടന്നാണ് സലീം ഇരകളെ കണ്ടെത്തുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർത്തിയിട്ട JCBയിൽ വാനിടിച്ച് 5 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. കഥകൾ പറഞ്ഞ് യാത്രക്കാരിൽ നിന്നും പണം തട്ടുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ പിടിയിൽ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 5 വർഷം പൂർത്തിയാക്കുമെന്ന് രമേശ് ചെന്നിത്തല. 23 മുതൽ 26 വരെ കാസർഗോഡ് നടക്കുന്ന INL ജില്ലാ സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. സെക്യൂരിറ്റി മേഖല ഉൾപ്പെടെ ശമ്പളം ബാങ്ക് വഴിയാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.